ശ്രീമന്നാരായണീയം ദശകം 4 അഷ്ടാംഗയോഗവും തത്സിദ്ധിപ്രകാരവും. ശ്ലോകം 6. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധ്യായതാം സകളമൂർത്തിമീദൃശീം ഉന്മിഷൻ മധുരദാഹൃദാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമഹിതേവ ഭാസതേ. കഴിഞ്ഞ ശ്ലോകത്തില് നമ്മൾ കണ്ടു, ഭഗവാനെ ശരണം പ്രാപിച്ച് ധ്യാനയോഗത്തില് താല്പര്യമുള്ളവരായിട്ട് അവയവങ്ങളെല്ലാം നല്ലവണ്ണം തെളിഞ്ഞു മിന്നുന്ന മനോഹരമായ ഭഗവാന്റെ രൂപം വളരെ നീണ്ട ധാരണ എന്ന അഭ്യാസം കൊണ്ട് ബുദ്ധിമുട്ടധികം കൂടാതെ മനസ്സിൽ ഭാവന ചെയ്തു കൊള്ളാം എന്ന് പറയണം. ഭഗവാന്റെ ആ മനോഹരമായ രൂപം വളരെ നേരത്തെ അഭ്യാസം കൊണ്ടാണ് മനസ്സിൽ ഉറപ്പിച്ച് വയ്ക്കാൻ പറ്റുകയുള്ളൂ. ഐ ഹേ ഭഗവൻ, ഭഗവാനെ, ഗുരുവായൂരപ്പ, ഈ ദൃശ്യം ഇപ്രകാരമുള്ള സകലമൂർത്തിം, എല്ലാ അവയവങ്ങളും തെളിഞ്ഞു കാണുന്ന ആ വിഗ്രഹത്തെ, ആ രൂപത്തെ ധ്യായതാം ധ്യാനിക്കുന്നവരും ഉന്മിഷ മധുരദാഹൃദാത്മനാം, ഉന്മിഷൻ എന്ന് പറഞ്ഞാൽ ഉദിച്ചു വരുന്ന മധുരദാഹൃദാത്മനാം, ആ മാധുര്യം കൊണ്ട്, മധുരം കൊണ്ട് വശീകൃത ഹൃദയരായിട്ടുള്ള ഭഗവാന്റെ ആ രൂപം മനസ്സിൽ എല്ലാ അവയവങ്ങളോടും കൂടി തെളിഞ്ഞ ആ മനോഹരമായ രൂപം മനസ്സിലങ്ങോട്ട് ഉറപ്പിച്ചു വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു മാധുര്യം, ഒരു മധുരം നമുക്കങ്ങ് അനുഭവപ്പെടുകയാണ് ആ സമയത്ത്. അതാണ് ഉദിച്ചു വരുന്നതെന്ന് പറഞ്ഞാൽ. ഇങ്ങനെ പതുക്കെ വരുന്ന ആ മാധുര്യം കൊണ്ട് വശീകരിക്കപ്പെട്ട മനസ്സുകളോടുകൂടിയ യോഗികൾക്ക് സാന്ദ്രമോദ രസരൂപം, ആ ആനന്ദഘന സ്വരൂപം, പരമാനന്ദം തരുന്നതായിട്ടുള്ള ഭഗവാന്റെ ആ സ്വരൂപവും ആന്തരം, ഇവിടെ മനസ്സുകൊണ്ട് മാത്രം ഗ്രഹിക്കാവുന്നതുമായ, മനസ്സിലാക്കാവുന്നതുമായ തേ രൂപം, അവിടുത്തെ ആ രൂപമാകുന്ന ബ്രഹ്മം അവഭാസതേ, പ്രകാശിക്കുന്നു. ഇവിടെ ശുദ്ധ സത്വമയമായിട്ടുള്ള ആ ഭഗവാന്റെ രൂപം, സത്വഗുണം മാത്രമായിട്ടുള്ള ആ ഭഗവാന്റെ രൂപം, അതിങ്ങനെ മനസ്സിൽ ഉറച്ച് നിന്ന് കഴിയുമ്പോൾ, ആ രൂപം നിന്ന് കഴിയുമ്പോൾ യോഗികൾക്ക് വളരെയധികം പരമാനന്ദം മനസ്സിൽ അനുഭവപ്പെടും. അവർക്കപ്പം മനസ്സിലാകും ഇത് സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ്. ഇപ്പോൾ ഈ കാണുന്ന, തെളിഞ്ഞു കാണുന്ന രൂപവും ബ്രഹ്മവും ഒന്നു തന്നെ ആണ് എന്ന് മനസ്സിലാവും. അതായത് സ്വർണ്ണ ആഭരണങ്ങളും സ്വർണവും ഒന്നു തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നത് പോലെ. ഒന്നിന് രൂപമുണ്ട്, ഒന്നിന് വേറെ രൂപങ്ങളൊന്നുമില്ല.
സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.